ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നേവിയുടെ AISSR 2022 എക്സാം ഡിസംബർ 6-നും 7-നും കൊച്ചി നേവൽ ബേസിൽ വെച്ച് നടക്കുകയാണ്. അപ്പം ഓൾറെഡി നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതിൽ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്താണെന്നാണ് നോക്കുന്നത്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ മൊത്തം 10 ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് 1 by 1 ആയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നോക്കാം. നമ്പർ 1, ലേറ്റ് റിപ്പോർട്ടേഴ്സ് വിൽ നോട്ട് ബി പെർമിറ്റഡ് ടു അപ്പിയർ ദ ടെസ്റ്റ്. അതായത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടിംഗ് ടൈം ഉണ്ട് 7:30 അധിക പേർക്കും വന്നിട്ടുള്ളത്. ഈ ഒരു 7:30 മുന്നേ ഇന്ത്യൻ നേവിയുടെ നേവൽ ബേസിൻ്റെ ഗേറ്റിലാണ് നിങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടുന്ന് ഉള്ളിലേക്ക് ഒന്നെങ്കിൽ നടത്തിക്കും, അല്ലെങ്കിൽ അവിടുന്ന് ബസ് ഉണ്ടാകും. നേവി ഏർപ്പാടാക്കുന്ന ആ ബസ്സിൽ നിങ്ങളെ കയറ്റിയിട്ട് എക്സാം സെൻറ്റർ ഹോള് ഉള്ളിലാണ്, അങ്ങോട്ടേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകും. അപ്പം അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആ കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർ ഡിസ്ക്വാളിഫയിങ് ആക്കും. നെക്സ്റ്റ്, ഓൺ അറേഞ്ച്മെൻറ്റ് ടു ബി മെയ്ഡ് ഫോർ ഫുഡ് ബോർഡിംഗ് ആൻഡ് ലോഡിംഗ്. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ രാവിലെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ വേറെ ഭക്ഷണമൊന്നും വാങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഫുഡ് ക്യാരി ചെയ്യണം. നെക്സ്റ്റ്, ഫിസിക്കൽ മെഡിക്കൽ ടെസ്റ്റ് മേ ടേക്ക് 2-3 days. അതായത് ഫിസിക്കൽ മെഡിക്കൽ ടെസ്റ്റുകൾ 2 മുതൽ 3 ദിവസം എടുക്കും. നിങ്ങൾ ഫസ്റ്റ് എത്തുന്ന ദിവസം റിട്ടൺ എക്സാമാണ് നടക്കുന്നത്. ആ റിട്ടൺ എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 hourനുള്ളിൽ സാധാരണഗതിയിൽ റിസൾട്ട് അവിടെ നിന്ന് തന്നെ നിങ്ങളോട് പറയും. ആ റിസൾട്ട് ക്വാളിഫൈഡ് ആയവർ അവിടെ നിർത്തും. പിറ്റേ ദിവസം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ചിലപ്പം സെക്കൻഡ് ഡേ തന്നെ മെഡിക്കൽ ഉണ്ടാവും, അല്ലെങ്കിൽ തേർഡ് ഡേ ആയിരിക്കും നിങ്ങൾക്ക് മെഡിക്കൽ ഉണ്ടാവുക. അല്ലാത്തവരെ എക്സാമിന് ഫെയിലായവർക്ക് അപ്പോൾ തന്നെ അവിടുന്ന് തിരിച്ചു പോരാം. മൂന്നാമത്തെ കാര്യം പറയുന്നത്, യു ആർ ടു ബ്രിങ് ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ് പ്രിൻറ്റഡ് കോപ്പീസ് ഫോർ എക്സാമിനേഷൻ ഇൻ ഒറിജിനൽ ആസ് പെർ എൻട്രി അപ്ലിക്കബിൾ ടു യു. അപ്പം ഇവിടെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ക്യാരി ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പം ഫോട്ടോസ് കോപ്പീസും എടുക്കണം, ഒറിജിനലും എടുക്കണം. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് AISSR. അതായത് AISSRനുള്ള എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് മെട്രിക് 10ാം ക്ലാസ്സും പിന്നെ +2ൻ്റെ മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റ്. അതായത് കേരളക്കാർക്ക് മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും ഒറ്റൊന്നേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒറിജിനലും ഒരു 2 ഫോട്ടോസ്റ്റാറ്റ് വീതം കൈ പിടിക്കാം. ഓക്കെ, അത് ഈ ഫോട്ടോസ്റ്റാറ്റൊക്കെ ഉപകാരപ്പെടുന്നത് എപ്പോഴും റിട്ടൺ എക്സാം പാസ്സായതിനു ശേഷം ഈ കാര്യങ്ങളൊക്കെ അവിടെ എടുത്തു വെക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, ദിസ് കോളപ്പ് ലെറ്റർ. അതായത് ഈ കോളപ്പ് ലെറ്റർ പ്രിൻ്റ് എടുക്കണം. അത് കളർ പ്രിൻ്റ് എടുക്കണമെന്നോ പറയുന്നില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കണമെന്നും സ്പെഷ്യൽ ചെയ്തിട്ട് ഇവിടെ പറയുന്നില്ല. നെക്സ്റ്റ്, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ വേണം, അതിൻ്റെ ഫോട്ടോ കോപ്പീസും വേണം. നെക്സ്റ്റ്, 1 ഫോട്ടോ ID കാർഡ് ഇൻ ഒറിജിനൽ. ഇപ്പോൾ ഒറിജിനൽ ഫോട്ടോ ID കാർഡാണ് വേണ്ടത്. ക്ലാസ് 10 അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റിൽ ഫോട്ടോഗ്രാഫ് ഉണ്ടെങ്കിൽ അത് മതി. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റിൽ ഫോട്ടോഗ്രാഫ് ഉണ്ടെങ്കിൽ അതായാലും മതി. അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ആധാർ കാർഡ്, വോട്ടർ ID കാർഡ്. അപ്പോൾ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫുള്ളായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ID കാർഡ് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, 6 റീസെൻറ്റ് കളേർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നോട്ട് ഓൾഡർ ദാൻ 3 months. 3 മാസം പഴക്കമില്ലാത്ത നിങ്ങളുടെ 6 കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ക്യാരി ചെയ്യണം. നെക്സ്റ്റ്, സെൽഫ് ഡിക്ലറേഷൻ ഫോം ഈസ് പ്ലേസ്ഡ് അറ്റ് അപ്പൻഡിക്സ് A ഓഫ് COVID-19 ട്രാവൽ അഡ്വൈസറി. ഫോട്ടോഗ്രാഫ് ഓഫ് കാൻഡിഡേറ്റ് വിൽ ബി പേസ്റ്റഡ് അറ്റ് ദ ടെസ്റ്റ് സെൻറ്റർ. അപ്പോൾ ഇവിടെ പറയുന്നത് COVID-19 ഡിക്ലറേഷൻ കൊണ്ടുപോകണം. അപ്പം ഡിക്ലറേഷനിൽ ഫോട്ടോ ഒട്ടിക്കുന്നത് എക്സാം സെൻറ്ററിൽ എത്തിയിട്ടാണ് ശ്രദ്ധിക്കുക. ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഫോട്ടോഗ്രാഫ് ഓഫ് കാൻഡിഡേറ്റ് വിൽ ബി പേസ്റ്റഡ് അറ്റ് ടെസ്റ്റ് സെൻറ്റർ. അപ്പോൾ ഇവിടുന്ന് ഫോട്ടോ ഒട്ടിച്ച് പോകേണ്ട, ജസ്റ്റ് ഫില്ല് ചെയ്യാം. നമ്മൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഒക്കെ എങ്ങനെ ഫില്ല് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും 1-2 ദിവസങ്ങൾക്കുള്ളിൽ നേവിയുടെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, ഈ ഒരു കോവിഡ് ട്രാവൽ അഡ്വൈസറി എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് പറയാം. നെക്സ്റ്റ്, RT-PCR COVID-19 നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് മെഡിക്കൽ അതോറിറ്റി നോട്ട് മോർ ദാൻ 96 hours
ഓൾഡ് ഫ്രം ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് അറ്റ് PFT സെൻറ്റർ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. COVID-19 സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുപോയിരിക്കണം. അതായത് 96 അവർ 4 ദിവസത്തിനുള്ളിലായിട്ട് എടുത്തിട്ടുള്ള COVID-19 നെഗറ്റീവ് സർട്ടിഫിക്കറ്റാണ് കൊണ്ടുപോകേണ്ടത്. ഇപ്പം എക്സാം നിങ്ങൾക്ക് December 6 ആണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 1-ാം തീയതി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് വരെ 2-ാം തീയതി ആയിരിക്കാം. അപ്പം ഏകദേശം ആ ഒരു 96 ഹവറിൽ വരും. അല്ലെങ്കിൽ ഏറ്റവും നന്നാവുക നിങ്ങൾ 6-ാം തീയതി എക്സാം ഉള്ളവരാണെങ്കിൽ 2-ാം തീയതി പോയി ടെസ്റ്റ് ചെയ്യുക. 3-ാം തീയതി നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വരും. ഒരു ദിവസം ചിലപ്പോൾ ഡിലേ ആവും, ചിലപ്പോൾ അന്ന് തന്നെ കിട്ടുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ആ ടെസ്റ്റ് ചെയ്ത ദിവസം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. 96 ഹവറാണ്. നമ്മൾ കൊച്ചിയിലാണ് എല്ലാവർക്കും എക്സാം സെൻറ്റർ വരുന്നത്. അതുകൊണ്ട് എല്ലാവരും 2 ദിവസം മുന്നേ പോകേണ്ട ആവശ്യമൊന്നുമില്ല, തലേന്ന് പോയാൽ മതി. സോ നിങ്ങൾ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഇനി പോസിറ്റീവ് ആയാൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഇതിലൊന്നും പറയുന്നില്ല. പോസിറ്റീവ് ആയവർക്ക് എക്സാം എഴുതാൻ പറ്റൂല എന്നുള്ള കാര്യം ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല. അടുത്ത ഇൻസ്ട്രക്ഷൻ, ഓൾ കാൻഡിഡേറ്റ് എബോവ് 18 years ഓഫ് ഏജ് ആർ അഡ്വൈസ്ഡ് ടു ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 ഡോസ് ഓഫ് വാക്സിനേഷൻ ആൻഡ് ക്യാരി പ്രൊഫഷണൽ ഓർ ഫൈനൽ സർട്ടിഫിക്കറ്റ് ഫോർ COVID-19 വാക്സിനേഷൻ. അതായത് 18 വയസ്സ് കഴിഞ്ഞ കാൻഡിഡേറ്റ് നിർബന്ധമായിട്ടും ഫസ്റ്റ് ഡോസെങ്കിലും അടിച്ചിരിക്കണം വാക്സിനേഷൻ. ഈ വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം, നിർബന്ധമാണ്. അടുത്തത് 4th ഇൻസ്ട്രക്ഷൻ, പേഴ്സ്, വാലറ്റ്, പേജർ, കാൽക്കുലേറ്റർ, ഡിജിറ്റൽ ഡയറി ഓർ എനി ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആർ നോട്ട് പെർമിറ്റഡ് ഇൻസൈഡ് എക്സാമിനേഷൻ പ്രിമൈസ്. ഇന്ത്യൻ നേവി വിൽ നോട്ട് ബി റെസ്പോൺസിബിൾ ഫോർ സേഫ് കസ്റ്റഡി ഓർ ലോസ് ഓഫ് എനി വാല്യുബിൾ. അതായത് നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങൾ എക്സാം ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റത്തില്ല. പേഴ്സ്, വാലറ്റ്, പേജർ തുടങ്ങിയ കാര്യങ്ങളൊന്നും എക്സാമിന് ഒരിക്കലും കാൽക്കുലേറ്റർ അലൗഡ് അല്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എക്സാം ഹോളിൻ്റെ പുറത്ത് വെക്കാം. പക്ഷേ അത് മിസ്സായിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നേവി അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എന്നും ഇവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് 5th, യു ആർ ടു ബി ഇൻ പൊസഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് 2 ബ്ലാക്ക് ബ്ലൂ ബോൾ പോയിൻറ്റ് പെൻ. അത് എക്സാമിന് 2 ബ്ലൂ പെന്നോ അല്ലെങ്കിൽ ബ്ലാക്ക് പെന്നോ നിങ്ങൾ ക്യാരി ചെയ്യുക. എക്സാമിന് ബ്ലൂവും ബ്ലാക്കിലും കൂടിയിട്ട് നിങ്ങൾക്ക് OMR ഷീറ്റ് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു പെന്നേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതായാലും അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു പെന്നും കൂടെ എക്സ്ട്രാ കരുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ്, പ്ലീസ് കം ഫുള്ളി ഡ്രസ്സഡ്. എക്സാമ്പിൾ സ്പോർട്സ് ഷോർട്സ്, സ്പോർട്സ് ഷൂസ്, ട്രാക്ക് പാൻറ്റ്, ടീഷർട്ട് ഫോർ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. അതായത് നിങ്ങൾ എക്സാം ക്വാളിഫൈഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിറ്റേ ദിവസം ഫിസിക്കൽ ടെസ്റ്റ് നടക്കും. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുമ്പോൾ നിങ്ങൾ ആ രീതിയിലുള്ള ഡ്രസ്സ് കൊണ്ടുപോകണം. നമ്മൾ ലോങ് പാൻറ്റ് അല്ലെങ്കിൽ ഷോർട്സ്, പിന്നെ ടീഷർട്ട് തുടങ്ങിയ കാര്യങ്ങൾ, ഷൂസ് നിർബന്ധമാണ്. അതായത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഷൂ ഇല്ലാണ്ട് ഒരാളെയും ഓടിക്കത്തില്ല. ഓക്കെ. നെക്സ്റ്റ്, നിങ്ങൾക്കറിയാം ഫിസിക്കൽ ടെസ്റ്റ് 1.6 കിലോമീറ്റർ 7 മിനിറ്റ് കൊണ്ടാണ് ഓടിയെത്തേണ്ടത്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. 20 സ്ക്വാട്സും ആൻഡ് 10 പുഷപ്പുമാണ് നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവുക. ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. നെക്സ്റ്റ്, കാൻഡിഡേറ്റ് വിൽ നോട്ട് ബി അലൗഡ് ടു റൺ വിത്തൗട്ട് ഫുഡ് വെയർ. നമ്മൾ ഈ കാര്യം പറഞ്ഞു. നെക്സ്റ്റ്, റിക്വസ്റ്റ് ഫോർ ചേഞ്ച് ഓഫ് സെൻറ്റർ ഓർ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ടെസ്റ്റ് വിൽ നോട്ട് ബി ആക്സെപ്റ്റഡ് അണ്ടർ എനി സർക്കംസ്റ്റാൻസസ്. അതായത് നിങ്ങളുടെ എക്സാം സെൻറ്ററോ ടൈമോ കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ്, ബ്രിങ് പാക്കഡ് ലഞ്ച് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ ഓൺ ദ ടെസ്റ്റ് ഡേ. അതായത് ഫസ്റ്റ് ഡേ നിങ്ങൾ എന്തായാലും ലഞ്ചൊക്കെ കരുതണം. അതായത് എക്സാം പാസ്സാവാന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും പാസ്സാവട്ടെ. എക്സാം പാസ്സാവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ലഞ്ചൊക്കെ കഴിക്കണം. ഫെയിലാവാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഏകദേശം റിട്ടൺ എക്സാം പരിപാടികൾ കഴിയും. അതായത് ബാച്ചായിട്ടാണ് നടക്കുന്നത് എക്സാം. ഓക്കെ. നെക്സ്റ്റ് 8ാമത്തത്, ഡ്യൂ ടു COVID-19 റെസ്ട്രിക്ഷൻ കാൻഡിഡേറ്റ് ഈസ് ടു കം ടു എക്സാമിനേഷൻ സെൻറ്റർ എലോൺ. നോ അതർ പേഴ്സൺ ഓർ റിലേറ്റീവ് ഈസ് ടു ബി പ്രസൻറ്റ് നിയർ ദ വെന്യൂ. അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ വരാൻ ശ്രമിക്കുക. വേറെ ഫാദർ അങ്ങനെ ആരും കൂട്ടണ്ട. ഓക്കെ. അതായത് എങ്ങനെ ആയാലും അവരെ നേവൽ ബേസിൻ്റെ പുറത്ത് നിർത്തുകയുള്ളൂ. ഉള്ളിലേക്ക് കയറ്റുന്നത്
എന്തായാലും ഈ കാൻഡിഡേറ്റ്സിനെ മാത്രമായിരിക്കും. കാരണം നേവൽ ബേസിൻ്റെ ഉള്ളിൽ നിന്ന് എക്സാം സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് ഓൾമോസ്റ്റ് ഒരു 1 കിലോമീറ്ററിനടുത്ത് ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് 9th ആണ്. ഫെയിലിയർ ടു അഡ്ഹിയർ ടു എബോവ് ഇൻസ്ട്രക്ഷൻ വിൽ റിസൾട്ട് ഇൻ ക്യാൻസലേഷൻ ഓഫ് കാൻഡിഡേച്ചർ. അപ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേച്ചർ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. നെക്സ്റ്റ് 10. യുവർ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് വിൽ ബി വെരിഫൈഡ് ഓൺ ടെസ്റ്റ് ഡേ ആൻഡ് സബ്സീക്വൻറ്റ് സ്റ്റേജസ് ഓഫ് സെലക്ഷൻ. കാൻഡിഡേറ്റ് വിത്ത് ഇൻവാലിഡ് ഓർ ഇൻകറക്റ്റ് ഓർ ഇൻകംപ്ലീറ്റ് ഡോക്യുമെൻറ്റ് വിൽ ബി ഡിസ്ക്വാളിഫൈഡ് അറ്റ് എനി സ്റ്റേജ് ഓഫ് സെലക്ഷൻ. ഇപ്പോൾ ഇവിടെ കാര്യം പറയുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഫസ്റ്റ് നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ എക്സാമിന് മുന്നേ അവിടെ ചെക്ക് ചെയ്യും. ഇപ്പോൾ പുറകിൽ സർട്ടിഫിക്കറ്റിൻ്റെ പുറകിൽ നേവി SSRൻ്റെ ഒരു സീല് നിങ്ങൾക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പണ്ട് എൻ്റേതൊക്കെ സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്രാവശ്യം അങ്ങനെ ചെയ്യും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് എക്സാമിന് മുന്നേ ആദ്യം ഒരു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ മെഡിക്കൽ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കൂടെ അവിടെ ചെയ്യും. അപ്പോൾ എല്ലാ കറക്റ്റ് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻസ്ട്രക്ഷനായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കാം. സോ എനിവേ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ ഓൾറെഡി കുറച്ച് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഗൈഡ് നോക്കിയിട്ട് കൂടുതൽ പ്രാക്ടീസ് സെറ്റ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് റോയൽ ഇന്ത്യൻ നേവിയിൽ. മറ്റു ഫോഴ്സുകളെ പോലെയല്ല, വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ലൈഫും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഫോഴ്സാണ് ഇന്ത്യൻ നേവി. സോ ഈ ഒരു കട്ട് ഓഫ് ക്വാളിഫൈഡ് ആയിട്ട് റിട്ടൺ എക്സാമിന് വെയിറ്റ് ചെയ്യുന്ന എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്.